പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയെയും നയനയെയും പിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജലജ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നവ്യയെ നയനിൽ നിന്നും അകറ്റാനായിട്ട് ചന്തുമോളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എരിപിരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, കാര്യം നിന്നോട് എനിക്ക് ദേഷ്യമൊക്കെ തന്നെയാണ്, പക്ഷേ എന്തായാലും നിൻ്റെ അനിയത്തി എന്ന് പറയുന്നവൾ ചെയ്യുന്നത് മഹാമോശം പരിപാടി തന്നെയാണ്. എവിടുന്നോ വന്ന കൊച്ചിനെ ഇങ്ങനെ ലാളിക്കുക എന്ന് വെച്ചാൽ എന്താ ഇതിനർത്ഥം? അതല്ല, ഇനി എല്ലാവരും പറയുന്നത് പോലെ ആദർശിൻ്റെ കുഞ്ഞ് തന്നെയാണോ അത്? എന്തായാലും നിൻ്റെ അനിയത്തി അംഗീകരിച്ചത് വളരെ മോശമായി പോയി. എന്തായാലും ആ വഴിക്ക് സഞ്ചരിക്കുന്നവളൊക്കെ ആയിരിക്കും ഇങ്ങനെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവുക, അല്ലാത്ത നല്ല കുട്ടികളൊന്നും ഇങ്ങനെയുള്ള ബന്ധത്തിലുള്ള കുട്ടികളെ അംഗീകരിക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നവ്യ ചുട്ട മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഉള്ളിലൊരു സങ്കടമൊക്കെ ഉണ്ട്. എന്നിട്ടും നവ്യ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തി അത്തരത്തിലൂടെ സഞ്ചരിക്കില്ല. പിന്നെ ആദർശേട്ടൻ്റെ കാര്യം അതെനിക്ക് അറിയത്തുമില്ല, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാ പറയുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട്, നീ ഇപ്പോഴും ന്യായീകരിച്ച് നിന്നോ? നിൻ്റെ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹമാണ് ആ കുട്ടിക്ക് ഇപ്പോൾ എല്ലാവരും കൊടുത്തോണ്ടിരിക്കുന്നത്. അതൊക്കെ നിൻ്റെ ഭാഗത്ത് വരുന്ന തെറ്റുകളാണ്. നീ ഒരിക്കലും അതിന് സമ്മതിക്കാൻ പാടില്ല. ഇനി സ്വത്തുക്കളൊക്കെ കൂടെ ആ കുട്ടിക്ക് കൊടുക്കാത്തതിൻ്റെ ആ ഒരു ഇതും കൂടെയുള്ളൂ. ഇനി അതും കൂടെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. നീ ഇങ്ങനെ നോക്കി നിന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് മാറി നിന്നിട്ട് നവ്യയുടെ എക്സ്പ്രഷൻ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണ്. ആ സമയത്ത് നവ്യ വളരെ സങ്കടത്തോടു കൂടി ദേഷ്യത്തോടു കൂടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് സ്വയം പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും കാര്യം എൻ്റെ അമ്മായിയമ്മ ഒരു മോശം സ്വഭാവക്കാരി തന്നെയാണ്, പക്ഷേ ഈ പറഞ്ഞതിൽ ഒരു കാര്യം തന്നെയുണ്ട്. എൻ്റെ മകനെ സ്നേഹിക്കുന്നതിന് പകരം എവിടെന്നോ വന്ന കൊച്ചിനെയാണല്ലോ ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് നവ്യയുടെ ആ ഒരു ഭാവമാറ്റം കണ്ടിട്ട് സന്തോഷത്തോടു കൂടി ജലജ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അഭിയും വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ വളരെ സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത്, നീ നിൻ്റെ ഭാര്യയുടെ മുഖം നോക്ക്, ഏകദേശം എൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവളുടെ അനിയത്തിയെ വെറുക്കാൻ നിൽക്കും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടെ നിന്ന് ചെയ്യണം. എങ്കിലേ അവളുടെ അനിയത്തി എന്ന് പറയുന്നവൾ ഇവിടെ നിന്ന് പുറത്താക്കാൻ കഴിയുകയുള്ളൂ. അവൾ പുറത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കാര്യവും പേടിക്കേണ്ട. പിന്നെ നിൻ്റെ ഭാര്യ എന്ന് പറയുന്നവളെ നൈസായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നവ്യയുടെ ആ ഒരു ഭാവമാറ്റം കണ്ട് സന്തോഷത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ് ജലജയും അഭിയും.